Hello everyone, I'm Indu Ablash. Today I'm here with another video from Tejas Academy. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് scenarios and their effective conclusions. So let's see that in detail. OET role play card speaking taskൽ നമ്മുടെ കൺക്ലൂഷൻസ് എങ്ങനെയായിരിക്കണം വരേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദ ഫസ്റ്റ് സിനാരിയോ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. ഇവിടെ സിനാരിയോ നോക്കാം. ദ നഴ്സ് ഹാസ് എക്സ്പ്ലെയിൻ ദ പേഷ്യൻറ്റ് അബൌട്ട് ദ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഇൻസ്ട്രക്ഷൻ ഹു ഹാസ് അണ്ടർഗോൺ നീ സർജറി. അപ്പോൾ കൺക്ലൂഷൻ എങ്ങനെയാവണം എന്ന് നോക്കാം. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ പേഷ്യൻ്റ്ലി. By following these guidelines, you will help ensure a smooth and speedy recovery. Remember to take your medication as prescribed and attend your follow-up appointments. I'm confident that you will recover well. Take care and have a great day. So, ഈ ഒരു കൺക്ലൂഷൻ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നത് പേഷ്യൻറ്റിൻ്റെ ഒരു സ്മൂത്ത് ആൻഡ് റിക്കവറി, സ്പീഡി റിക്കവറിക്ക് പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് എന്ന് നഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻ മുടങ്ങാതെ എടുക്കുക എന്നും പറയുന്നുണ്ട്. അതുപോലെ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സിന് പേഷ്യൻറ്റ് വരേണ്ടതുണ്ട് എന്നും ഇൻഫോം ചെയ്യുന്നുണ്ട്. സോ അതുപോലെ റീഅഷുറൻസ് നോക്കിയാലോ, ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് യു വിൽ റിക്കവർ വെൽ എന്നുള്ള റീഅഷുറൻസും പേഷ്യൻറ്റിനോട് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ദ കൺക്ലൂഷൻ ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. നമുക്ക് സെക്കൻഡ് സിനാരിയോ നോക്കിയാലോ. സെക്കൻഡ് സിനാരിയോ ഇസ് മാനേജിങ് ഡയബറ്റിസ്. So here it is, the nurse has discussed lifestyle changes and medication management with the patient newly diagnosed with diabetes. So diabetes diagnosed ചെയ്ത ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും മെഡിക്കേഷൻ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയാലോ. അതായത് ബൈ ഇൻകോപ്പറേറ്റിംഗ് ദീസ് ചേഞ്ചസ് ഇൻ ടു യുവർ ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഈ ചേഞ്ചസ് നമ്മൾ നേരത്തെ പേഷ്യനോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ബൈ ഇൻകോപ്പറേറ്റിംഗ് ദീസ് ചേഞ്ചസ് ഇൻ ടു യുവർ ഡെയിലി റൂട്ടീൻ യു ക്യാൻ മാനേജ് യുവർ ഡയബറ്റീസ് എഫക്റ്റീവ്ലി ആൻഡ് അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ താങ്കൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഉറപ്പ് വരുത്തുന്നത്. അതുപോലെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ മാനേജിങ് യുവർ കണ്ടീഷൻ എന്ന് റീഅഷുറൻസും പറയുന്നുണ്ട്. ലെറ്റ്സ് സീ ദ തേർഡ് സിനാരിയോ. സിനാരിയോ ഇസ് wound care. The nurse has provided instruction on how to care for a surgical wound at home. സോ ഒരു സർജിക്കൽ wound വീട്ടിൽ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് നഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ പേഷ്യൻ്റ്ലി മിസ്റ്റർ ജോസഫ്. പ്രോപ്പർ wound care is essential for a speedy recovery. So please follow these steps we discussed today. If you notice any sign of infection, be sure you contact the clinic immediately. I'm confident you will do well. Take care and have a great day. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ wound കെയർ മാനേജ്മെൻറ്റ് ഓൾറെഡി പേഷ്യൻറ്റിനോട് നഴ്സ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൺക്ലൂഷനായിട്ടാണ് പ്രോപ്പർ wound കെയർ ഇസ് എസെൻഷ്യൽ ഫോർ സ്പീഡി റിക്കവറി എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെപ്സ് താങ്കൾ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വീട്ടിൽ ഫോളോ ചെയ്യണം എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിനിക്കിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നും നഴ്സ് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ റീഅഷുറൻസ് ഫ്രേസസ് ആയിട്ട് ഐ എം കോൺഫിഡൻറ്റ് യു വിൽ ഡു വെൽ എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് ആസ്മ മാനേജ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് നഴ്സ് പേഷ്യൻറ്റിനോട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനും മാനേജ്മെൻറ്റ് മെഡിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള കൺക്ലൂഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്റ് മീ ജസ്റ്റ് റീഡ് ഔട്ട് ദ സിനാരിയോ ഫോർ യു. അതായത് ദ നഴ്സ് ഹസ് എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഇൻഹേലേഴ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് ആസ്മ. സോ അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ പേഷ്യൻ്റ്ലി മിസ്റ്റർ ജോൺ. By using your inhaler correctly and making the suggested lifestyle changes, you can manage your asthma effectively and you can enjoy a better quality of life. Have a good day. Let's see the conclusion explanation now. ഇവിടെ ഈ കൺക്ലൂഷനിൽ നഴ്സ് രണ്ട് കാര്യമാണ് ഉറപ്പ് വരുത്തുന്നത്. ഒന്ന്, ഇൻഹേലർ കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ സജസ്റ്റഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പേഷ്യൻറ്റ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ പേഷ്യൻറ്റിന് ആസ്മ മാനേജ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ലഭിക്കുകയും ചെയ്യും. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് സിനാരിയോ. സിനാരിയോ ഇസ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ. ദ നഴ്സ് ഹാസ് ഡിസ്കസ്ഡ് ഡയറ്ററി ചേഞ്ചസ് ആൻഡ് മെഡിക്കേഷൻ അഡറൻസ് വിത്ത് എ പേഷ്യൻറ്റ് ഹൂ ഹാസ് ഹൈ ബ്ലഡ് പ്രഷർ. സോ ഇങ്ങനെ ഒരു ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരു പേഷ്യൻറ്റിന് നമുക്ക് എങ്ങനെയാണ് ഒരു കൺക്ലൂഷൻ കൊടുക്കാമെന്ന് നോക്കാം. അതിന് മുൻപിൽ തന്നെ നഴ്സ് ഡയറ്ററി ചേഞ്ചസിനെ കുറിച്ചും മെഡിക്കേഷൻ അഡ്വൻസും കുറിച്ചും പേഷ്യൻറ്റിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും നോക്കാം. താങ്ക് യു ഫോർ ലിസണിംഗ് ടു മീ പേഷ്യൻ്റ്ലി മിസ്റ്റർ ജോസഫ്. Adhering to the medication schedule and making the recommended dietary changes will significantly help in controlling your blood pressure. I'm confident you will see positive results. Have a wonderful day and take care. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയാലോ. അതായത് നഴ്സ് ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്.
മെഡിക്കേഷൻ സ്കെഡ്യൂളിൻ്റെ അഡറൻസും അതുപോലെ തന്നെ റെക്കമെൻഡഡ് ഡയറ്ററി ചേഞ്ചസും പേഷ്യൻറ്റ് ഉറപ്പുവരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഷീ സ്റ്റേയിങ് ദ reassurance phrases like you will see the positive result and she is confident about it എന്നാണ് ഉറപ്പുവരുത്തുന്നത്. നമുക്കിവിടെ കൺക്ലൂഷൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നേഴ്സ് ഇവിടെ രണ്ട് കാര്യമാണ് വീണ്ടും പറയുന്നത്. ദാറ്റ് ഇസ് മെഡിക്കേഷൻ സ്കെഡ്യൂളും അതുപോലെ തന്നെ റെക്കമെൻഡഡ് ഡയറ്ററി ചേഞ്ചസുമാണ് ഉറപ്പുവരുത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പേഷ്യൻറ്റ് മുടങ്ങാതെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷീ ഈസ് റിയഷറിങ് ടു ദ പേഷ്യൻറ്റ് ദാറ്റ് ഐ എം കോൺഫിഡൻറ്റ് യു വിൽ സീ ദ പോസിറ്റീവ് റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഹൈപ്പർ ടെൻഷൻ ലെവലിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും, അതായത് കുറവുണ്ടാകും എന്നാണ് ഉറപ്പുവരുത്തുന്നത്. So far, we have discussed 5 scenarios and its effective conclusions. I hope this video is informative. Thank you for watching. Uruppana Vijay.